ഹലോ ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ അനിയൻ കുട്ടനും ജോസഫും പറയുന്നുണ്ട് അവൻ കല്യാണം കഴിക്കാനല്ല പ്രശ്നം, അവന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേദയാവുമല്ലോ അവനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ചിട്ടാണ് അവന് വിഷമം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അതൊക്കെ കേട്ടിട്ടാണെങ്കിൽ വിക്രത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. വിക്രത്തിന് ദേഷ്യം വന്നിട്ട് വിക്രം എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. പിന്നെ അവരോട് വഴക്ക് കൂടണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ വിക്രം അവിടെ നിന്ന് എണീച്ച് പോവാണ് കേട്ടോ. പിന്നെ വിക്രം പോയി കഴിഞ്ഞിട്ട് നമ്മുടെ അനിയൻകുട്ടനും ജോസഫും പറയുന്നുണ്ട് അവൻ്റെ കല്യാണത്തിന് എന്തായാലും നമുക്ക് പോകണം, അവൻ്റെ ആദ്യത്തെ കല്യാണത്തിന് നമ്മളായിരുന്നല്ലോ സാക്ഷി, അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അവൻ്റെ കല്യാണത്തിന് പോകണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ശ്രീകാന്തും വർഷയുടെ അച്ഛനും, അതായത് ശ്രീകാന്തിൻ്റെ അമ്മായിച്ചനും കൂടെ സംസാരിക്കുന്ന രംഗങ്ങളാണ്. എന്നിട്ടായാലും ശ്രീകാന്ത് പറയുന്നുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണം, ഈ കല്യാണം നടന്നാൽ പിന്നെ വേദയെ നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ കല്യാണം മുടക്കുക, കല്യാണം മുടക്കുക ഒരു വഴിയില്ല, എന്തിനാ ഇനി കല്യാണം മുടക്കേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇല്ല, ഞങ്ങൾക്ക് വേദ ദർശൻ്റെ കൂടെ ജീവിക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ആൾ പറയുന്നുണ്ട് ദർശനോട് ഞങ്ങളും പറയുന്നുണ്ട് വേറെ കല്യാണം കഴിക്കാനൊക്കെ, അപ്പോൾ അവൻ കഴിഞ്ഞിട്ടാണെന്നൊക്കെ ആളും പറയുന്നുണ്ട്. ദർശന് വേറൊരാളെ ഭാര്യയായി കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ദർശൻ കല്യാണം കഴിക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമുക്ക് കല്യാണം മുടക്കണം, അപ്പോൾ കല്യാണം മുടക്കാനുള്ള പ്ലാനാണ് ഇവർ ആലോചിക്കുന്നത് കേട്ടോ. ഇതിൽ ശ്രീകാന്ത് പറയുന്നുണ്ട് ഒറ്റ വഴിയുള്ളൂ, നമുക്ക് വിക്രമനെ കൊല്ലാം, അത് മാത്രമേ കല്യാണം മുടക്കാൻ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൾ ചോദിക്കുന്നുണ്ട് എന്ത് കൊല്ലേ, അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ എന്നൊക്കെ ആൾ ചോദിക്കുന്നുണ്ട്. ഇല്ല, അതിന് പറ്റി ചങ്കുറപ്പുള്ള ആൾക്കാരൊക്കെ എൻ്റെ അടുത്തുണ്ടെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. പിന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇതാരും അറിയണ്ട, വീട്ടിൽ ആരും അറിയണ്ട, വർഷോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആരും അറിയണ്ട എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. ശരി, എന്നാൽ നമുക്ക് കൊല്ലാമെന്ന് തീരുമാനിച്ചിട്ട് അവർ പിരിയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ വിക്രം വീട്ടിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ അവിടുന്ന് പന്തൽ പണിക്കാർ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് വിക്രമേ നീ ആദ്യത്തെ കല്യാണത്തിനോ ഞങ്ങളെ വിളിച്ചില്ലേ, ഈ കല്യാണത്തിനോ ഞങ്ങളെ വിളിക്കുന്നില്ലേ, അങ്ങനെ കളിയാക്കി അവരവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞ് വിക്രം അമ്മയോട് വന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാ അമ്മ ഈ കല്യാണമൊക്കെ ആഘോഷമാക്കണം, എന്താപ്പം അതിൻ്റെ ആവശ്യം, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ടല്ല ഇതൊന്നും ഞങ്ങളുടെ പ്ലാനല്ല, നിൻ്റെ അച്ഛമ്മയുടെ പ്ലാനാണ്, അച്ഛമ്മ വരേണ്ടത്ര കല്യാണം കൂടാ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രത്തിനാണെങ്കിലും അച്ഛമ്മ വരുന്നത് സന്തോഷമുണ്ട്, പക്ഷേ എന്നാൽ കൂടെ ഈ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് അച്ഛമ്മ വരണേന്ന് ആലോചിച്ചിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഈ തള്ളയ്ക്ക് ഇപ്പോൾ വരേണ്ട ആവശ്യം എന്താ, അപ്പോൾ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിൻ്റെ അച്ഛൻ പോലും അച്ഛമ്മയെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ, നീ എന്താ ഇങ്ങനെ പറയണതെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ചൂടാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമല്ല നിൻ്റെ അച്ഛമ്മ വരണത്, അച്ഛമ്മ കല്യാണം കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ എനിക്കറിയാം, നിങ്ങളും വേദയും കൂടിയും പറഞ്ഞിട്ടാണ് അച്ഛമ്മ വരണേന്നൊക്കെ പറഞ്ഞ വിക്രമും ചൂടാവുന്നുണ്ട്. ആ സമയത്താണ് അപ്പുമോൾ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചെറിയച്ഛ എന്നെ പുറത്തോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ വിക്രം പറയുന്നുണ്ട് നിൻ്റെ അച്ഛനോട് പോയി പറ, അച്ഛന് ഒഴിവില്ല, അതുകൊണ്ട് ചെറിയച്ഛൻ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട് ചെറിയച്ഛൻ കൊണ്ടുപോകും മോളെ, നമുക്ക് എല്ലാവർക്കും പോവാ എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാവർക്കും കൂടെ പോവാ, ശ്രീജേടത്തെയും വായോ എന്നൊക്കെ വേദ പറയുന്നുണ്ട്. അപ്പോൾ അപ്പുമോൾ ചോദിക്കുന്നുണ്ട് ചെറിയമ്മയ്ക്ക് എന്താ വട്ടാണോ, എങ്ങനെയും ബൈക്കിൽ 4 പേര് പോവുക, അപ്പോൾ ശരിയാണ് പറ്റില്ലല്ലോ, എന്നാൽ ശ്രീജേടത്ത് വേണ്ട, ഞങ്ങൾ 3 പേരും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ബീച്ചിലോട്ട് പോവാണ്. വിക്രത്തിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, വേദെടുത്ത തീരുമാനത്തിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ കല്യാണ കാര്യം ആലോചിച്ചിട്ട് ആകെ ഒരുമാതിരി അവസ്ഥയിലാണ് ഇപ്പോൾ വിക്രം ഇരിക്കുന്നത്. എന്നാൽ കൂടെ വിക്രം ശരി എന്നാൽ കൊണ്ടുപോകാന്ന് വെച്ചിട്ട് വിക്രം കൊണ്ടുപോകാണ് കേട്ടോ എല്ലാവരും ബീച്ചിൽ പോകുന്ന സമയത്തൊക്കെ നമ്മുടെ വിക്രത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ അഭിലാഷ് ഗുണ്ട അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവന് അപ്പോഴൊന്നും കൊല്ലാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം വേദുണ്ടല്ലോ കൂടെ. അപ്പോൾ അവൻ ശ്രീകാന്തിനെ വിളിക്കുകയാണ്, വേദുണ്ട് കൂടെ, അപ്പോൾ എന്താ ചെയ്യേണ്ടേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് വേദയ്ക്കൊന്നും പറ്റരുത്, അവനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നത്. ശരി എനിക്കറിയാം വേദമുള്ളപ്പോൾ ഞാൻ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബീച്ചിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പുമോൾക്ക് നല്ല സംശയമൊക്കെ വരികയാണ് കേട്ടോ, എന്തിനാ ചെറിയമ്മയും ചെറിയച്ഛനും ഇപ്പോൾ കല്യാണം കഴിക്കുന്നത്, അങ്ങനെ 100 ചോദ്യങ്ങൾ അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിൻ്റെ അടുത്ത്. വിക്രത്തിനാണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. വേദയാണെങ്കിലും നല്ല രീതിക്ക് അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും ബീച്ചിലോട്ട് കളിക്കാൻ പോയിട്ടോ, കണ്ണ് കെട്ടി കളിക്കുകയാണ്. വിക്രമൊക്കെ കൂടുന്നുണ്ട് കണ്ണ് കെട്ടി കളിക്കാൻ. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഗുണ്ട ഇതൊക്കെ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, അവൻ ഒളിഞ്ഞു വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അപ്പുമോൾ അവനെ കാണുന്നുണ്ട്. എന്നിട്ട് അപ്പുമോൾ പേടിച്ചിട്ട് ചെറിയച്ച അവിടെ ആരും ഉണ്ട് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അയാൾ അവിടുന്ന് പെട്ടെന്ന് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ബീച്ചിൽ കുറേ നേരം അവർ പിന്നെയും കളിച്ചിട്ട് രാത്രി ആവുന്ന സമയത്ത് വീട്ടിലോട്ട് മടങ്ങുകയാണ്. എന്നിട്ട് വീട്ടിലോട്ട് മടങ്ങുന്ന സമയത്ത് വിക്രത്തിനൊരു ഫോൺ വരികയാണ്, നമ്മുടെ ശ്രീനിവാസൻ തന്നെ ആയിരിക്കണം. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് നീ വേഗം ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം എന്ത് ചെയ്യുന്നു, വേദേനെ നമ്മുടെ അപ്പം മോളേനെ റോട്ടിൽ ഇറക്കി വിടുകയാണ്. അപ്പോൾ എന്നിട്ട് ഓട്ടോ വിളിച്ച് കൊടുത്തിട്ട് നിങ്ങൾ വീട്ടിലോട്ട് പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ വീട്ടിലോട്ട് പോകുന്ന സമയത്താണ് വിക്രത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ അഭിലാഷ് പിന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേദന ഇറക്കി വിട്ട ശേഷം പിന്നെ വിക്രം മാത്രമേ ഉള്ളൂ. പിന്നെ നല്ലൊരു സ്ഥലം തപ്പി നടക്കുകയാണ് നമ്മുടെ അഭിലാഷ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിൽ അമ്മയും ശ്രീജേടത്തെയും തങ്കവും, അടുത്ത വീട്ടിലെ ഒരു സ്ത്രീയാണ് കേട്ടോ തങ്കം, അവർ 3 പേരും കൂടെ സംസാരിക്കുന്ന ഒരു സീനാണ്.
തങ്കം ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ ഒരു കല്യാണം, ആദ്യം ഒരു കല്യാണം കഴിഞ്ഞതാണല്ലോ, അപ്പോൾ ആ കല്യാണം എന്താ വെറുതെ ആയിരുന്നോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രത്തിൻ്റെ അമ്മയാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് കുറേ നേരം ആദ്യമൊക്കെ ഇരുന്നു. പക്ഷെ പിന്നെ ഇവർ നിർത്താത്തപ്പോൾ വിക്രത്തിൻ്റെ അമ്മ പറഞ്ഞു തുടങ്ങി, ഞങ്ങൾ ആദ്യം മോളെ സ്വീകരിച്ചിരുന്നു, വേദയുടെ വീട്ടുകാർക്കായിരുന്നു ഈ കല്യാണം അക്സെപ്റ്റ് ചെയ്യാൻ പ്രശ്നം ഉണ്ടായിരുന്നത്, ഇപ്പോൾ അവരും സമ്മതിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്രാൻഡായിട്ട് നടത്തുന്നതെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ തങ്കത്തിന്, എന്തായാലും വിക്രത്തിൻ്റെ അമ്മ. അത് കഴിഞ്ഞിട്ട് തങ്ക അവിടെ നിന്ന് പോകുന്ന സമയത്ത് വേദയും അപ്പുമോളും തിരിച്ച് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങടാ പോയിരുന്നേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നത് ഞങ്ങൾ കറങ്ങാൻ ഒന്ന് പോയതാണെന്ന് പറയുന്നത്. അപ്പോൾ തങ്കം ചോദിക്കുന്നുണ്ട്, ഈ നേരത്താണോ കറങ്ങാൻ പോവുക? അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഈ നേരത്തെ അല്ലാണ്ട് പിന്നെ എപ്പോഴാണ് കറങ്ങാൻ പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വേദയുടെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് മറുപടി കിട്ടിയിട്ടാണ് തങ്ക അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. വേദ വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എവിടെ മോളെ വിക്രം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ പിന്നെ നിങ്ങളെ വഴിയിൽ ഇറക്കി വിട്ടോ എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല അമ്മ, ഞങ്ങളാണ് പോകുന്നത്, അവൻ എന്തോ അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കോള് വന്നിരുന്നു, അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ പൊയ്ക്കോളാം, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടാണ് വിക്രം പോയി എന്നൊക്കെ പറയുന്നുണ്ട് വേദ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തും അഭിലാഷും ശ്രീകാന്തിൻ്റെ അമ്മായിച്ചനും കൂടെ വിക്രത്തെ കൊല്ലാൻ പോകുന്ന സീൻസാണ് കേട്ടോ. അവരൊരു CCTV ഇല്ലാത്ത സ്ഥലം വേണ്ടി തപ്പി നടക്കുന്ന സീൻസാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ. അതിൽ എന്നിട്ട് ആ ഒരു നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ എന്തായാലും നമ്മുടെ അഭിലാഷ് അവൻ്റെ കാര്യം നിർവഹിച്ചിട്ടുണ്ട്. വിക്രത്തിൻ്റെ വണ്ടിയിൽ ഇടിച്ചിട്ട് വിക്രം എന്തായാലും റോഡിലേക്ക് വീഴുന്നുണ്ട് കേട്ടോ. റോഡിലേക്ക് വീണിട്ട് അഭിലാഷിൽ പോയി നോക്കുമ്പോൾ വിക്രം എന്തായാലും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് വാളെടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മായിച്ചൻ പറയുന്നുണ്ട്, വേണ്ട, കൊല്ലണ്ട, കൊന്നു കഴിഞ്ഞാൽ നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് ഞങ്ങളെ എത്തും, അതുകൊണ്ട് നീ കൊല്ലണ്ട, അവൻ ഇവിടെ കടന്ന് ചോര വാർന്ന് മരിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. വിക്രത്തെ ആണെങ്കിലും രക്ഷിക്കാൻ ആരും വരുന്നുണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയേടത്തിനെയും വേദേനെയാണ് കേട്ടോ. നന്ദിനിയേടത്ത് ചോദിക്കുന്നുണ്ട്, വേദ 21-ാം തീയതി എന്തായാലും നിൻ്റെ കല്യാണം നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നത്, നടന്നു കഴിഞ്ഞാൽ എന്തായാലും നടക്കും, നടന്നു കഴിഞ്ഞാൽ നന്ദിനിയേടത്തേക്ക് അന്നത്തെ ദിവസം സദ്യ വിളമ്പുമ്പോൾ ഒരു ഗ്ലാസ് പായസം ഞാൻ അധികം തരും, പോരേന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിനി വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം വിക്രത്തെ ആരെ രക്ഷിക്കുകയെന്നോ കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകൾ കണ്ടറിഞ്ഞ് കാണാം. ഇതുപോലുള്ള പവിത്രം വിശേഷങ്ങൾ പെട്ടെന്ന് അറിയുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.